ബന്ധപ്പെടുകയും ഞങ്ങളൊരു ചെറിയ ആശയം മുന്നോട്ട് വച്ചപ്പോഴേക്കും അവരുടെ ഇത്രയും കാലത്തെ ഗവൺമെന്റ് തലത്തിലും അല്ലാതെ നൃത്ത അധ്യാപിക എന്നുള്ള തരത്തിലുമുള്ള അവരുടെ എക്സ്പീരിയൻസ് ഒരുപക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ചതിലപ്പുറം വളരെ വലിയൊരു ക്യാൻവാസിൽ ഷെയർ ചെയ്തുകൊണ്ട് ഇതിൻ്റെ പ്രധാനമായിട്ട് സംഘാടനത്തിൻ്റെ ചുമതല ഏറ്റെടുക്കുകയും അതോടൊപ്പം തന്നെ ഒരു കലാകാരനല്ലെങ്കിലും കലയെ സ്നേഹിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ചെമ്പഴന്തി ഉദയൻ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇത് നന്നായി സംഘടിപ്പിക്കാം എന്നുള്ള ഉത്തരവാദിത്തം അദ്ദേഹം ഏറ്റെടുക്കുകയും ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുകയും എല്ലാ അംഗങ്ങളും അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ കോർപ്പറേഷനിൽ നിന്നും കോർപ്പറേഷനകത്തുള്ള സ്കൂളുകളിൽ നിന്നും ഏകദേശം ഒരു 385 കുട്ടികളാണ് വിവിധ കലാമത്സരങ്ങളിൽ തൃശ്ശൂരിൽ പങ്കെടുത്ത് എ ഗ്രേഡ് വാങ്ങിയിട്ടുള്ളത്. ആ മുഴുവൻ കുട്ടികളെയും ഇന്ന് ആദരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കിട്ടുന്ന സമയത്ത് അവരുടെ ഇനങ്ങൾ ഇവിടെ പെർഫോം ചെയ്യാനുള്ള അവസരം കൂടി ഒരുക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയുന്നു, ഇതിവിടെ അവസാനിപ്പിക്കുന്നില്ല. ഇതിവിടെ ഒരു തുടക്കമാണ്. ഞങ്ങളുടെ മനസ്സിലുള്ള സ്വപ്നം, ഒരു വർഷത്തിൽ ഏറ്റവും കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും തിരുവനന്തപുരത്തെ രാവുകളെ ഉത്സവ തിമിർപ്പിലാക്കുന്ന കലാപരിപാടികൾ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുവാനുള്ള വളരെ വലിയൊരു ആലോചനയിലും മുൻനിർക്കത്തിലുമാണ് കോർപ്പറേഷന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവർ. അതിൽ മുതിർന്നവരുടെ കലാപരിപാടികൾ, കുട്ടികളുടേത് ഒക്കെ തന്നെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് തിരുവനന്തപുരത്തിന്റെ സാധ്യമായ എല്ലാ പ്രദേശങ്ങളും ഏറ്റവും ചുരുങ്ങിയത് ഒരാഴ്ചയെങ്കിലും ഇത്തരത്തിലുള്ള കലാപരിപാടികൾ കൊണ്ട് സജീവമാകണം. അതിലൂടെ അവതരിപ്പിക്കുവാൻ അവസരം കിട്ടാത്തവർക്കുൾപ്പെടെ ഇപ്പൊ വീട്ടമ്മമാരൊക്കെ തന്നെ പലരും നന്നായിട്ടൊക്കെ ട്രെയിൻ ചെയ്യുകയാണ്. പക്ഷെ അവർക്ക് പെർഫോം ചെയ്യാനുള്ള വേദികൾ കുറവാണ്. അതിന് കോർപ്പറേഷൻ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഒക്കെ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് മുതിർന്നവർക്ക് ഒക്കെ തന്നെ കഴിഞ്ഞ വർഷം ഭരണസമിതി മുതിർന്നവർക്ക് വേണ്ടി കലാ മത്സരങ്ങൾ സംഘടിപ്പിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് അവിടെ മാത്രം ഒതുങ്ങുന്നില്ല. കായിക മേഖലയിൽ, അതോടൊപ്പം തന്നെ സാഹിത്യ മേഖലയിൽ, ഫുഡ് ഫെസ്റ്റിവല്, ഫാഷൻ ഷോ, ഇങ്ങനെ ഒരു ഭരണസമിതിക്ക് ഏതൊക്കെ മേഖലയിൽ റീച്ച് ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ തന്നെ ഞങ്ങളുടെ അജണ്ടയിലുണ്ട്, ഞങ്ങളുടെ ചർച്ചയിലുണ്ട്. ഞാൻ അജണ്ട എന്ന് പറയുന്നത് കോർപ്പറേഷന്റെ ഔദ്യോഗിക അജണ്ടയല്ല, വ്യക്തിപരമായുള്ള സംഭാഷണങ്ങളിലുണ്ട്, ചർച്ചകളിലുണ്ട്. തീർച്ചയായിട്ടും ഏതെങ്കിലുമൊക്കെ ട്രെയിൻഡ് ആയിട്ടുള്ള സുകന്യാസുകുമാരന്മാർ ഇതൊക്കെ തന്നെ സംഘടിപ്പിക്കാൻ വേണ്ടി ഓരോ മേഖലയിലും ഞങ്ങളുടെ അടുത്ത് വരുമെന്നാണ്. കാരണം ഞങ്ങളുടെ ഉദ്ദേശം നേച്ചർ ഈസ് പവർഫുൾ എന്ന് പറയാറുണ്ട്. അതായത് നമ്മൾ സത്യസന്ധമായിട്ട് നേരായിട്ട് ഒരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ പ്രകൃതി ചെയ്തുകൊള്ളും എന്നുള്ളൊരു നിയമമുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളൊക്കെ തന്നെ കോർപ്പറേഷൻ ഭരണസമിതി ചർച്ച ചെയ്ത് വരുമ്പോൾ അത് സംഘടിപ്പിക്കുവാൻ വേണ്ടി വാസനയുള്ളവർ എത്തിച്ചേരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ കുട്ടികളെയും, അവർക്ക് എല്ലാ പിന്തുണയും നൽകുന്ന രക്ഷകർത്താക്കളെയും ഒക്കെ തന്നെ ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്, അനുമോദിക്കുകയാണ്. കാരണം ഒരു സമൂഹത്തിൽ കുറെ ഡോക്ടർമാരോ, കുറെ അഭിഭാഷകരോ, കുറെ രാഷ്ട്രീയ നേതാക്കന്മാരോ ഒക്കെ മാത്രം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു സമൂഹം മുന്നോട്ട് പോകുകയില്ല. ഒരു സമൂഹം മുന്നോട്ട് പോകണമെങ്കിൽ ആ സമൂഹത്തിൽ എല്ലാ തരത്തിലുള്ള, ഇപ്പൊ ഒരു പൂന്തോട്ടത്തിൽ എല്ലാ തരത്തിലുള്ള പുഷ്പങ്ങളും ഉണ്ടായാൽ മാത്രമേ ആ പൂന്തോട്ടം മനോഹരമാണ് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഏതെങ്കിലും ഒരു തരത്തിലുള്ള പുഷ്പം മാത്രമാണ് അവിടെ ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ കുറേയൊക്കെ കാണും, അതിനുശേഷം അത് മാത്രമല്ലേ ഉള്ളൂ എന്ന് കരുതിയിട്ട് നമ്മൾ മുഖം തിരിക്കും. മറിച്ച് ഒരു സമൂഹം, ആ പൂന്തോട്ടത്തിൽ എല്ലാ തരത്തിലുള്ള പൂക്കളുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അതിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ സമൂഹത്തിലുള്ള കലാകാരന്മാരും സാംസ്കാരിക നായകന്മാരും മറ്റ് സാഹിത്യ നായകന്മാരും മറ്റുള്ള ഒരു ചെറിയൊരു സ്പാർക്കുള്ള ആളാണെങ്കിൽ പോലും അവരുടെ കഴിവുകൾ വളരുവാനും പ്രോത്സാഹിപ്പിക്കുവാനുമുള്ള ഉത്തരവാദിത്വം കൂടി കോർപ്പറേഷൻ ഏറ്റെടുക്കുകയാണ്. ഞങ്ങളുടെ മറ്റുള്ള ചുമതലകൾ നിർവഹിച്ചതിന് ശേഷമുള്ള സമയം തീർച്ചയായിട്ടും ഇതിനുവേണ്ടി ഞങ്ങൾ വിനിയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ന് ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും, സ്കൂൾ മാനേജ്മെന്റിനും എല്ലാവർക്കും 1000 നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നിവിടെ ഏറ്റവും മികച്ച വിജയം നേടിയെത്തിയിരിക്കുന്ന എല്ലാ കുട്ടികളെയും നിങ്ങളുടെ ശോഭനമായ ഒരു ഭാവി ആശംസിച്ചുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.